ആവേശമലതിൽ നിന്ന് നിലമ്പൂരിലേക്ക് തന്നെ നമുക്ക് തിരികെ പോകാം. അവിടെ സ്വരാജിനെക്കാത്ത് LDF സ്ഥാനാർത്ഥി സ്വരാജിനെക്കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ജനതയുടെ പരിച്ഛേദം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടു, ആവേശത്തിൻ്റെ അലകടലാണ് തീർക്കുന്നത് നിലമ്പൂർ. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷമ്മി പ്രഭാകർ കൂടി ചേരുകയാണ്. ഷമ്മി, ആവേശം അലകടലായ അടിക്കുന്ന കാഴ്ച ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്. അത് ഒരുപക്ഷെ അതിൻ്റെ ഉത്തുംഗതയിലെത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്വരാജിനെക്കാത്ത് നിലമ്പൂർ. അജിംഷാദെ, തീർച്ചയായും സ്വരാജിനെ കാത്ത് നിലമ്പൂർ മാത്രമല്ല, നിലമ്പൂരിൽ നിന്ന് അന്യദേശങ്ങളിൽ പോയിട്ടുള്ള മനുഷ്യരൊക്കെ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു സഖാക്കൾ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ പലരും സൗദിയിലും ദുബായിലും ഒക്കെ ജോലി ചെയ്യുന്ന സാധാരണപ്പെട്ട മനുഷ്യരാണ്. അൻവർ പലപ്പോഴും തെറ്റിദ്ധരിച്ചതുപോലെ അൻവറിനോടുള്ള ആരാധനയൊന്നുമല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടിയോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് അൻവറിനോട് കാലാകാലങ്ങളിൽ ഈ നാട് കാണിച്ചിരുന്നത് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ഇപ്പോൾ തന്നെ ആവേശത്തിൻ്റെ ഒരു വലിയൊരു ആരവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ജനത ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഓരോരോ മനുഷ്യരായി എത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ കൂട്ടമായി എത്തുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ബാൻഡ് മേളവും അതുപോലെ തന്നെ സ്വരാജിനെ കൊണ്ടുപോകാനുള്ള തുറന്ന വാഹനവും ഒക്കെയായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇനി സ്വരാജ് ഇവിടേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഇവർ കാത്തിരിക്കുന്നത്. ജന്മനാടിൻ്റെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങാൻ, ജനങ്ങളുടെ ഹൃദയത്തുടിപ്പ് ഏറ്റുവാങ്ങാൻ, അവരുടെ സ്നേഹത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാകാൻ സ്വരാജ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിജയരാഘവൻ, അതുപോലെ തന്നെ DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് അടക്കമുള്ളവർ. അജിംഷാദ്, അതാണ്ട് എൻ്റെ കൂടെ ഈ നടക്കുന്ന ഈ മനുഷ്യരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ ഇവരെ കഴിഞ്ഞ പ്രാവശ്യം അൻവറിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ സൗദിയിലാണ്. മിന്നാണ് വന്നത്. ഈ ഒരു ഇലക്ഷൻ്റെ പ്രവർത്തനത്തിന് മാത്രം വന്നാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പിലാക്കുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ ആദ്യം പറഞ്ഞിരുന്നു പാർട്ടി അൻവറിനെ വിജയിപ്പിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ അകമഴിഞ്ഞ് പ്രവർത്തിച്ച് അന്ന് അൻവറിനെ വിജയിപ്പിച്ചു. ഇന്ന് പാർട്ടി പറഞ്ഞത് LDF-ലെ സ്വരാജിനെ വിജയിപ്പിക്കാനാണ്. അത് നമ്മൾ ചെയ്യും. അല്ലാതെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അൻവറിനോടോ ഒരു വിദ്വേഷമല്ല, ഒരു അനുകൂലവുമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി എന്ത് പറയുന്നോ ആ കാര്യങ്ങൾ അടിയുറച്ച് നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. സ്വരാജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, അതിൽ സംശയമില്ല. ഇതിനു മുമ്പ് മറ്റു സ്ഥാനാർത്ഥികളാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈസി വാക്ക് ഓവറാണ്. സ്വരാജ് എന്നതോടുകൂടി ഈസി വാക്ക് ഓവറാണ്. വളരെ വർക്ക് ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ സ്വരാജിന് ഇവിടെ ജയിച്ചു കയറാൻ കഴിയും. അതായത് ഇവിടെ LDF വളരെയധികം പുരോഗമന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അതിന് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും നല്ല പരിപൂർണ പിന്തുണ നൽകും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് പാർട്ടി സഖാവിനെ ഇവിടത്തേക്ക് സ്ഥാനാർത്ഥിയായി നോമിനേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അക്കാരണം വെച്ചുകൊണ്ട് ഇവിടുത്തെ UDF അമ്പെ പരാജയത്തിൻ്റെ ഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതൊരു ഇലക്ഷൻ വരുന്ന മാതിരിയല്ല ഈ ഒരു ബൈ ഇലക്ഷൻ വന്നിട്ടുള്ളത്. ഞങ്ങളെ അടിച്ചേൽപ്പിച്ചതാണ്. ഞങ്ങളെ ശരീരം കൊണ്ടും കാശ് കൊടുത്തു അൻവറിനെ 2 പ്രാവശ്യം ഇവിടുന്ന് വിജയിപ്പിച്ചു വിട്ട് ജനങ്ങളെ അൻവർ വഞ്ചിച്ചതിൻ്റെ ആ ഒരു വഞ്ചിച്ചതിൻ്റെ കാരണമായിട്ടാണ് ഇവിടെ ഇപ്പോൾ രണ്ടാമതൊരു ബൈ ഇലക്ഷൻ വരാനുണ്ടായ കാരണം. അതിനെന്തായാലും തികച്ചും ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ കനത്ത തിരിച്ചടി കൊടുക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട.
തീർച്ചയായും ഇത് തന്നെയാണ് ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർ പറയുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു കാര്യവുമില്ലാതെ അടിച്ചേൽപ്പിക്കുന്നു. കഴിഞ്ഞ 9 വർഷം 2 തെരഞ്ഞെടുപ്പുകളിൽ ഈ മനുഷ്യർ, ഈ സാധാരണപ്പെട്ട മനുഷ്യർ, അവിടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, അവിടുത്തെ ആ ഒരു വരുമാനം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാർ 1 മാസം 2 മാസം ലീവ് എടുത്ത് ഇവിടെ വന്ന് അൻവറിന് വേണ്ടി പ്രവർത്തിച്ച് അൻവറിനെ ജയിപ്പിച്ച് തിരിച്ചു പോയ ആൾക്കാരോടാണ് ഈ ഒരു നന്ദികേട് അൻവർ ചെയ്തത് എന്നുള്ളതാണ് ഈ മനുഷ്യരൊക്കെ തന്നെ പറയുന്നത്. ഇവിടുത്തെ അടിസ്ഥാന വർഗം, തീർച്ചയായും അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം തന്നെ. നേരത്തെ ഈ ഡിവൈഎഫ്ഐ, ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ പറഞ്ഞു, പലരും പ്രവാസികൾ സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി അവിടേക്ക് ലീവ് എടുത്ത് ഗൾഫിൽ നിന്നെത്താൻ താല്പര്യം കാണിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സമ്മതം അറിയിച്ചുകൊണ്ട് അവരെ വിളിച്ച കാര്യമൊക്കെ നേതാക്കന്മാർ, ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഇന്നലെ തന്നെ കൈരളി ന്യൂസിനോട് പറഞ്ഞതാണ് അവരുടെ പ്രകടനത്തിന് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം യാഥാർത്ഥ്യമാകുന്നു. പ്രവാസ ലോകം തന്നെ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി നമുക്ക് ആ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് മനസ്സിലാകുന്നു.